പാലക്കാട്ടെ മുണ്ടൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കേരളത്തിൻ്റെ സംഭാവന അത്ലറ്റ് PU ചിത്രയാണ് വ്യൂ പോയിന്റിൽ ഇന്നെൻ്റെ അതിഥി. ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ചിത്രങ്ങളാണ് ഈ നിലയ്ക്ക് മലയാളിയുടെ മനസ്സിൽ തെളിഞ്ഞു വരിക. ഒന്ന്, ഭുവനേശ്വറിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പിൻനിരയിൽ നിന്ന് ഓടി ഒന്നാമതെത്തി വിജയചിഹ്നം കാണിച്ച് നിൽക്കുന്ന മിടുക്കിയുടെ ചിത്രം. മറ്റൊന്ന്, ലണ്ടനിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ട് വിഷമത്താൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രയുടെ മറ്റൊരു മുഖം. PT ഉഷയും ഷൈനി വിൽസനും രാധാകൃഷ്ണൻ നായരും പോലെയുള്ള 3 മലയാളികൾ അടങ്ങുന്ന 7 അംഗ കമ്മിറ്റി ഉണ്ടായിട്ടും കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായിട്ടും ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലോടെ നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടും എന്തുകൊണ്ടാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് PU ചിത്ര മാറ്റി നിർത്തപ്പെട്ടത്? ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ചിത്രയുമായുള്ള എൻ്റെ ഈ സംഭാഷണം. ചിത്ര, വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. ഈ അഭിമുഖം നടത്തുന്നതിന് മുൻപ് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയൊരു കാര്യം, ട്രാക്കിൽ ഓട്ടത്തിൽ ചിത്രയ്ക്കുള്ളൊരു വേഗത സംസാരത്തിലില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അഭിമുഖത്തിൽ ആമുഖമായി തന്നെ ഞാൻ പറയുന്നത്, ചിത്ര എല്ലാ തരത്തിലുള്ള ഔപചാരികതകളും മാറ്റിവെച്ച് തുറന്ന് സംസാരിക്കണം ഈ അഭിമുഖത്തിൽ. തീർച്ചയായും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലുള്ള അവസരം ചിത്രയ്ക്ക് നിഷേധിക്കപ്പെട്ടു. ഇപ്പോഴും അതിന്മേലുള്ള വിവാദങ്ങൾ തുടരുകയാണ്. ആർക്കും ഒരു യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിത്ര ഇപ്പോൾ എന്ത് കാരണം കൊണ്ട് തടയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്? ആദ്യം അറിഞ്ഞത് സ്ഥിരതയില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അറിഞ്ഞത്. പിന്നെ കോടതിയിൽ കേസ് കൊടുത്ത് വിധി വന്നപ്പോൾ, അനുകൂലമായ വിധി വന്നപ്പോൾ എൻട്രിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്ന് വന്നു. അപ്പോൾ അങ്ങനെ പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും വ്യക്തമായി അറിയില്ല എന്താ എനിക്ക് വേൾഡ് മീറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് വ്യക്തമായി എനിക്കും അറിയില്ല. അത് എനിക്ക് തോന്നുന്നു ചിത്രയുടെ അധ്യാപകനാണ് ഈ കാര്യങ്ങളെല്ലാം ചിത്രയോട് പറയുന്നതും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും. അദ്ദേഹം എന്തുകൊണ്ട് ചിത്രയ്ക്ക് ഈ അവസരം ഇല്ലാതായി എന്ന് പറഞ്ഞില്ലേ? പല കാരണങ്ങളും വരുന്നത് കൊണ്ട് അങ്ങനെ സാർക്കും വ്യക്തമായി അറിയുമെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു അവസരം നഷ്ടപ്പെട്ടതിൽ വളരെ സങ്കടമുണ്ട്. കാരണം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ചാൻസ് കൂടിയായിരുന്നു ഒരു വേൾഡ് മീറ്റിൽ പങ്കെടുക്കുക എന്നത്. സിജിൻ പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത്, ഇതിന് പിന്നിൽ വ്യക്തമായും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ചില ആളുകളുടെ താല്പര്യം ഉണ്ടായിരുന്നു ചിത്രയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന്. 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു ഈ 7 അംഗ കമ്മിറ്റിയിൽ മലയാളികളായിട്ട്. അവർ പോലും വേണ്ട രീതിയിൽ ശബ്ദമുയർത്തിയില്ല എന്ന്. അതൊക്കെ ശരിയാണോ ചിത്ര? സാറിൻ്റെതായ അഭിപ്രായം. കാരണം എനിക്കൊന്നും അറിയാതെ, കൃത്യമായി ഒന്നും അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലല്ലോ, എനിക്കറിയില്ലല്ലോ, അവരല്ലേ തീരുമാനിച്ചത്. അപ്പോൾ വ്യക്തമായ ഒരു അറിവ് കിട്ടാതെ നമ്മൾ ആരെയും അങ്ങനെ കുറ്റം പറയാം, അതെൻ്റെ അഭിപ്രായം. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇതിലൊരു ലളിതമായ യുക്തിയുണ്ട് ചിത്ര. കാരണം 7 അംഗങ്ങളാണ് ആ കമ്മിറ്റിയിലുള്ളത്. അതിൽ 3 പേർ മലയാളികളാണ്. ഈ 3 പേരും, PT ഉഷയും ഷൈനി വിൽസനും രാധാകൃഷ്ണൻ നായരും അടക്കമുള്ള 3 പേരും പിന്നെ ഒരാൾ കൂടി ചേർന്നാൽ ആ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 മലയാളികൾ വേണ്ട രീതിയിൽ ശബ്ദമുയർത്തിയില്ല എന്ന് സാമാന്യ യുക്തിയിൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കാരണം ഞാൻ മീറ്റ് കഴിഞ്ഞ് വന്ന് ഊട്ടിയിലാണ്, ക്യാമ്പിലായിരുന്നു. ഞാനും ചാനലിലൂടെയാണ് കൂടുതലായും കാര്യങ്ങൾ അറിയുന്നത്. ഈ ലോക നിലവാരത്തെക്കാൾ ഒരുപാട് താഴെയാണ് ചിത്രയുടെ പ്രകടനം. അതിന് ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരതയില്ല എന്നൊക്കെ പറയുന്നത് ചിത്രയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ആ വാർത്ത കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം ഗുണ്ടൂരിലെ മീറ്റാണ് അവർ എടുത്തു കാണിച്ചത്. ഞാൻ ആ മീറ്റിൽ പെർഫോമൻസ് നന്നായി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരാദ്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ മീറ്റ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്നില്ല എന്ന് മീറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഫെഡറേഷൻ തന്നെ പറഞ്ഞു, ATF കഴിഞ്ഞപ്പോൾ ഈ ഗുണ്ടൂരിലെ മീറ്റ് ഇൻട്രസ്റ്റേറ്റ് കമ്പൽസറിയായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ ഫിറ്റ്നസിന് കുഴപ്പമുണ്ടായിരുന്നു, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അല്ല, ഇത് ഓട്ടോമാറ്റിക്കലി ATFന് മെഡൽ വന്നാൽ, ഫസ്റ്റ് വന്നാൽ ഡയറക്റ്റ് എൻട്രി എന്ന് ഒരു റൂൾ ഉണ്ട്. അപ്പോൾ ATFന് ഫസ്റ്റ് വന്നപ്പോൾ വേൾഡ് മീറ്റിന് കിട്ടുന്ന നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ ഇനി അടുത്തത് ഒരു മീറ്റും കൂടി ചെയ്ത് ആ ഒരു ടൈം കളയാതെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ വേൾഡ് മീറ്റിന് പോകണമെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മടിച്ചത്. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ അടുത്ത കോമ്പറ്റീഷൻ ചെയ്യുക പറഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് എല്ലാ ആയിരത്തി ചോദിച്ചാലും അറിയാം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്.
അപ്പോൾ ഇങ്ങനെ ഫെഡറേഷനിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ ഗുണ്ടൂരിലെ മീറ്റ് ചെയ്യാനിരുന്നത്. കാരണം ഇനി ആ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ വേൾഡ് മീറ്റിൽ സെലക്ഷൻ കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു പേടി കൊണ്ടുകൂടിയാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. അതിൽ പ്രകടനം മോശമായി പോയതും ഇതുകൊണ്ടാണോ, അതായത് ഒന്നിന് പുറകെ മറ്റൊന്ന് വന്നു എന്നതുകൊണ്ടാണോ? അന്ന് യാത്ര കൊണ്ടും ഒക്കെ കൊണ്ടും നന്നായി ചെയ്യാൻ പറ്റിയില്ല, അതാണ് വാസ്തവം. കാരണം കുറച്ച് ബുദ്ധിമുട്ട്, ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നന്നായി ഓടാൻ പറ്റിയില്ല. അല്ല, ഇപ്പോൾ തോന്നുന്നുണ്ടോ ആ ഗുണ്ടൂരിലെ മീറ്റിന് പോകണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? നേരത്തെ തന്നെ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ അത് നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ഞാൻ ഫെഡറേഷനിൽ നിന്ന് ചെയ്യണം നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ശരിക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ സംശയം ഉണ്ടാക്കുന്നുണ്ടോ ചിത്രയ്ക്ക്? അങ്ങനെ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. അത് വെറുതെ നുണ പറയാ? അല്ലല്ല, എനിക്ക് കാരണം ഞാൻ ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ എനിക്ക് ഒന്നും അറിയാതെ ഞാൻ ആരെയും സംശയിച്ചിട്ടും ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. വ്യക്തമായി എല്ലാം അറിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ആരെ തെറ്റ് ചെയ്ത് എന്ന് പറയാം. അതിനെക്കുറിച്ചൊന്നും അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ടല്ലോ. കാരണം കോടതിയിൽ ചിത്ര ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് വന്നു. അത് ജൂലൈ 28-നാണ് വന്നത്. അപ്പോൾ ഫെഡറേഷൻ പറഞ്ഞു 24 കട്ട് ഓഫ് ഡേറ്റ്, എൻട്രി കൊടുക്കേണ്ട ഡേറ്റ് അതായിരുന്നു. അത് കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴും കായിക മന്ത്രാലയം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ പറഞ്ഞത് യോഗ്യത അയോഗ്യ ആക്കപ്പെട്ടതല്ല, അയോഗ്യയാണ്, നിലവാര തകർച്ചയുണ്ട്, കൺസിസ്റ്റൻസി ഇല്ല. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സ്വതന്ത്രമായ അഭിപ്രായം എടുക്കുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൈകടത്താൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിൽ, അതും 3 മലയാളി അംഗങ്ങളുള്ള ഫെഡറേഷന്റെ കമ്മിറ്റിയിൽ ഈ തീരുമാനത്തിൽ ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിച്ചുകൂടെ? അട്ടിമറികൾ അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ എന്താ ഒരു ഇത് പറഞ്ഞാൽ ഞാൻ ഗുണ്ടൂരിൽ ചെയ്ത മോശമായിരുന്നു. അവർ പറയുന്ന ഓക്കെ ഗുണ്ടൂരിൽ ചെയ്യുന്ന മോശമായിരുന്നു. പക്ഷെ ഗുണ്ടൂരിൽ മീറ്റ് ചെയ്യാത്ത കുറേ ടീമുകളിനെ അവർ വേൾഡ് മീറ്റിന് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊന്നും അറിയില്ല. അതായത് ഗുണ്ടൂരിൽ പങ്കെടുക്കണം എന്നാലേ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാൻ കഴിയൂ എന്ന് പറയുകയും മറുഭാഗത്ത് ഇതിൽ പങ്കെടുക്കാത്തവരെ ഈ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. അല്ലേ? അതെ. അതെങ്ങനെ സംഭവിച്ചു? അതറിയില്ല, അത് അവരോട് തന്നെ ചോദിക്കണം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ചിത്രയ്ക്ക് എന്ത് തോന്നും? അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് എനിക്കറിയില്ല. കൂടുതൽ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ തുറന്നു പറയേണ്ട എന്ന് അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്? ഇല്ലല്ല സാർ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആരോടും അങ്ങനെ പറയേണ്ടതൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ചിത്രയ്ക്ക് പേടിയുണ്ടോ ഇനി ഈ പറഞ്ഞാൽ കരിയറിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്ന്? ഇല്ലല്ല, ഞാൻ എന്താ പറയാത്ത പറഞ്ഞാൽ എനിക്ക് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് പറയാത്തത്. അല്ലാതെ അങ്ങനെ ആരും എങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ചിത്രയ്ക്ക് പിന്നാലെയുണ്ട്, നല്ല പിന്തുണ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെട്ടു. MP രാജേഷ് MP പ്രത്യേകം താല്പര്യമെടുത്ത് ഈ വിഷയം കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എല്ലാവരും നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയാൽ ചിത്രയെ ഒഴിവാക്കി എന്ന് തോന്നും ഈ കാര്യങ്ങൾ മുഴുവൻ നോക്കുമ്പോൾ. PT ഉഷ പറഞ്ഞത് എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ അതിലൊരു നിരീക്ഷക മാത്രമായിരുന്നു, മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രയെ തഴഞ്ഞതെന്നാണ്. അത് ഒരു കൺവിൻസിങ്, അത് ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു മറുപടിയായോ? സത്യം പറയണം. മാഡത്തിൻ്റെതായ ഇത് പറഞ്ഞു. കാരണം മാഡം ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. അത് വീണ്ടും പറയുന്നു, ഞാൻ ഒരു കാര്യം കൃത്യമായി അറിയാതെ എങ്ങനെ അതിന് ആൻസർ പറയും? ഒരു സംശയം തോന്നിയോ ചിത്രയ്ക്ക്? ഇത്രയധികം ആൾക്കാരുണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് അവസരം, അതും വെറുതെ ഒരു അവസരമല്ല, ഒരു അർഹതപ്പെട്ട അവസരം ഇല്ലാതായി? അങ്ങനെ അവർ ഇത്രയും കോടതി വിധി വന്നിട്ടും എല്ലാവരും ഇടപെട്ടിട്ടും അവർ എനിക്കിങ്ങനെ ഒരു എൻട്രി തരാത്തതിൽ സങ്കടമുണ്ട്. കാരണം അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ കാരണം മീൻസ് ഞാൻ ഈവൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ATFന് ഫസ്റ്റ് വന്നാൽ ഡയറക്റ്റ് എൻട്രിയാണ് വേൾഡ് മീറ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി ഓടി ഒരു ഫസ്റ്റ് വന്നാൽ ഒരു വേൾഡ് മീറ്റ് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സാർ ആ റൂൾ അറിഞ്ഞതുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ
ഓടി ഫസ്റ്റ് വന്നു. അപ്പം മുതൽ ഞാൻ പ്രതീക്ഷിച്ചു എനിക്കൊരു വേൾഡ് മീറ്റ് പോകാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരു വേൾഡ് മീറ്റ് പങ്കെടുക്കുക എന്നുള്ളൊരു അത്ലറ്റിൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ അതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹവും കൂടിയാണ് വേൾഡ് മീറ്റിൻ്റെ ഒളിമ്പിക്സ് ഇങ്ങനെയുള്ള വലിയ മീറ്റുകൾ പങ്കെടുക്കുക. അപ്പോൾ അപ്പം മുതൽ ഇങ്ങനെ ആഗ്രഹം കൊണ്ടു പ്രതീക്ഷിച്ചു ഒരു വേൾഡ് മീറ്റ് പങ്കെടുക്കാം, ATFനേക്കാളും നല്ല പെർഫോമൻസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമല്ലോ. കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ടൈം മെച്ചപ്പെടുത്താൻ കഴിയും. കാരണം നമ്മളിപ്പോൾ മെഡലിനേക്കാൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസരം വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ വീട്ടുകാരുടെ കഷ്ടപ്പാടും പിന്നെ അതിലുപരി നമ്മൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തതിനുള്ള ഒരു റിസൾട്ടും കൂടി ആവുമല്ലോ എന്ന് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അത് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമുണ്ടായി. തീർച്ചയായും. കാരണം എന്നെ പോലെയുള്ളൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടതിൽ കൂടുതൽ സങ്കടം. എന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല പറഞ്ഞാൽ ഫുൾ ടെൻഷനായിരുന്നു. അതിനുശേഷം ATFന് കഴിഞ്ഞ് ഈ ലിസ്റ്റ് ഇടുന്നതിന് മുമ്പിൽ വരെ ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു. ഊട്ടി തന്നെ തുടങ്ങിയിരുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ഈ ലിസ്റ്റ് ഇല്ല എന്നറിഞ്ഞ ശേഷം പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തവർ ഭയങ്കര ടെൻഷൻ, നന്നായി ചെയ്യാൻ പറ്റാതെയായി. മാനസികമായി നന്നായി ബാധിച്ചു അല്ലേ? നന്നായി ബാധിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ തോതിൽ. കാരണം ഒരു അത്ലറ്റിന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തായാലും നേരിടേണ്ടി വരും. മാനസികമായി തളർന്നില്ല, ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഈ മുണ്ടൂരിലെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ സിജിൻ അധ്യാപകൻ എപ്പോഴും പറയാറുള്ളത്, മുൻപ് അഭിമുഖങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ആ ഗ്രൗണ്ടിൽ ആരൊക്കെ വന്നില്ലെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും മുടങ്ങാതെ പ്രാക്ടീസിനെത്തുന്ന ഒരു കായിക താരം, അതാണ് ചിത്ര. പണ്ട് മുതലേ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിത്ര വരും. ചിത്രയെ മാനസികമായി ഒരു തരത്തിലും ഒന്നിനും തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ചിത്രയ്ക്ക് ഇതിൽ ഈ സങ്കടത്തെ മറികടക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊന്നും ഇല്ലല്ലോ? ഇല്ല, തീർച്ചയായും. കാരണം നമ്മളിനി അടുത്തൊരു കോമ്പറ്റീഷനിൽ ഇതിനേക്കാളും നല്ല പെർഫോമൻസ് ചെയ്താൽ ഇപ്പോൾ വേൾഡ് മീറ്റ് പോകാത്തതിൻ്റെ സങ്കടവും നമുക്ക് ആപ്പ് ഉണ്ടാവില്ല. കാരണം ATFനേക്കാളും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി പറഞ്ഞാൽ നമ്മൾക്ക് ഈ സങ്കടമൊക്കെ തീർച്ചയായും മറക്കാൻ സാധിക്കും. എനിക്കിതിന് വലിയ നമ്മുടെ ഈ സംഭാഷണത്തിൽ സംസാരിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി തോന്നിയത്, ചിത്ര ആരെയും തന്നെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം വ്യക്തമായി കാര്യങ്ങൾ അറിയില്ല എന്നാണ് ചിത്ര പറയുന്നത്. PT ഉഷ പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി ഒരു ഘട്ടത്തിൽ തുറന്നു പറയേണ്ടി വന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ നിരീക്ഷക മാത്രമാണ്, അതുകൊണ്ട് എൻ്റെ മേൽ പഴി ചാരുന്നത് ഒരു കുറ്റമേ, അതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴും ചിത്രയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട്, സർക്കാരുണ്ട്. പക്ഷേ ഈ അത്ലറ്റുകൾ, ഇവർ PT ഉഷ അടക്കമുള്ളവരെ പറ്റിയാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ധാർമ്മികമായ പിന്തുണ, ഒരു മാനസികമായ പിന്തുണ ഫോണിൽ വിളിച്ചോ, നേരിട്ട് വന്നോ, കത്തെഴുതിയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ചിത്ര അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവരുടെ അഭിപ്രായം, കാരണം മാഡത്തിൻ്റെ അഭിപ്രായമായിരിക്കും മാഡം പറഞ്ഞിട്ടുണ്ടാവുക. കാരണം മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന അവിടെ ചെയ്യാൻ മാഡം എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. അതിപ്പോൾ എനിക്കറിയില്ല, മാഡത്തിൻ്റെ അവസ്ഥയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് അവർ സപ്പോർട്ട് ചെയ്തതിന് അങ്ങനെ വിളിക്കാത്തതിന് സങ്കടമൊന്നുമില്ല. കാരണം അവരെക്കാളും നല്ല പവറുള്ളവരാണ് സർക്കാരും ജനങ്ങളും. കാരണം അവരുടെ അനുഗ്രഹം, സർക്കാരിൻ്റെയും ഇത്രയും ജനങ്ങളുടെയും സപ്പോർട്ട് ഉള്ളത് തന്നെ വളരെ ഭാഗ്യമാണ്. കാരണം അതൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ശരി, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ വിളിക്കാതിരുന്നത്, അതായത് ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആളുകൾ തന്നെ വിളിച്ച്, ചിത്ര ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ മോൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഞങ്ങളെല്ലാം ഒപ്പമുണ്ടാകും എന്ന് പറയാതിരുന്നപ്പോൾ ഒരു സംശയം തോന്നി, എന്തുകൊണ്ട് ഇവരത് ചെയ്തില്ല എന്ന്. ഞാനിപ്പോഴും ആരെയും സംശയിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ചിത്രയ്ക്കൊപ്പം തന്നെ ഇതേപോലെ ഇന്ത്യൻ ടീമിൽ അവസരം നഷ്ടപ്പെട്ട മറ്റ് 2 പേർ കൂടിയുണ്ടല്ലോ. അതിലൊരാൾ സുധാ സിംഗ് ആണ്. സുധാ സിംഗിന്റെ കാര്യത്തിൽ സുധാ സിംഗിന്റെ പേര് അവസാന നിമിഷത്തിൽ എഴുതി ചേർത്തുന്നൊരു വിവാദമുണ്ടായിരുന്നു. അതിൽ പിന്നീട് അറിഞ്ഞത് ഈ അസിസ്റ്റന്റ് കോച്ചായ രാധാകൃഷ്ണൻ നായർ കൊടുത്ത ലിസ്റ്റിൽ സുധാ സിംഗിന്റെ പേര് വന്നുവെന്ന്. മലയാളിയായ രാധാകൃഷ്ണൻ നായർ കൊടുത്ത ലിസ്റ്റിൽ സുധാ സിംഗിന്റെ പേര് വന്നുവെന്ന്. പിന്നീട് അത് വെട്ടി സുധാ സിംഗിനും ആ അവസരം ഇല്ലാതായി. അപ്പൊ ഇതിലിങ്ങനെ ഒരു കള്ളത്തരമോ അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് സംശയിക്കാനുള്ളതല്ലേ ഇതൊക്കെ, ഈ തരം വാർത്തകളൊക്കെ? ഞാനിങ്ങനെ ആദ്യം ലിസ്റ്റിൽ ഉള്ളപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധാ സിംഗ്, അജയ് കുമാർ നിൻ്റെ പേരില്ല, ഈ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ, എന്താണ് 1500 എനിക്ക് മാത്രമല്ല അവർക്കും എൻട്രി ഇല്ല, കാരണം അവരും ഫസ്റ്റ് വന്നതല്ലേ എന്ന് ഞാൻ വിചാരിച്ചു.
പിന്നെ സുധ ചേച്ചിൻ്റെ ഈ ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് 2-3 ദിവസം മുമ്പാണ് അറിയുന്നത്. അത് ഞാൻ ഈ പത്രത്തിലൂടെയൊക്കെ അറിയുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയോ? അങ്ങനെ അറിയാതെ അയച്ചതായിരിക്കും, അങ്ങനെ അറിയാതെ ചിത്രയുടെ പേരും അതിൽ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ചില ആളുകളുടെ പേര്? കാരണം അതല്ല, ATF ലിസ്റ്റ് ഇടുന്ന സമയത്തും എൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ സാറാണ് വിളിച്ച് പറഞ്ഞത് നിൻ്റെ ATF ലിസ്റ്റ് ഇട്ടതിൽ പേരില്ല എന്ന് പറഞ്ഞത്. പിന്നെ സാറ് എല്ലാവരെയും വിളിച്ച് MB വഴി അവിടെ ഫെഡറേഷനിൽ MB രാജേഷ് സാറിൻ്റെ വഴി ഫെഡറേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ക്ലർക്കൽ മിസ്റ്റേക്കാണെന്നാണ് പറഞ്ഞത്. ചിത്രയുടെ പേരുണ്ട്, ക്ലർക്കൽ മിസ്റ്റേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലിസ്റ്റിൽ പേര് വന്ന് അങ്ങനെ കൊണ്ടുപോയി. ആദ്യം മുതലേ ഇത് ഒഴിവാക്കാൻ അറിഞ്ഞോ അറിയാതെയോ ശ്രമമുണ്ട് എന്ന് സംശയിക്കാം. അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ചിത്രം ആരെയും സംശയിക്കാൻ തയ്യാറല്ല. ഇല്ല. ജൂലൈ 28-നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത്. കോടതി പറയുന്നു കായിക മന്ത്രാലയത്തോട് ചിത്രയെ ഈ ലണ്ടനിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്ലറ്റിക് ഫെഡറേഷനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നത് 24-ാം തീയതി ആയിരുന്നു കട്ട് ഓഫ് ഡേറ്റ്, അത് കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് കോടതിയിൽ വിശദീകരിക്കാമെന്നാണ്. അതായത് കോടതി നൽകിയ ഉത്തരവ് പാലിച്ചില്ല എന്നർത്ഥം. അവിടെ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് ചിത്ര ഇപ്പോൾ. അതിൽ എന്ത് തരം വിധി? ഇപ്പോൾ എന്തായാലും ചിത്രയ്ക്ക് ഈ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ലണ്ടൻ ഇതിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ എന്ത് തരം ഇടപെടലാണ് ഇനി ചിത്ര പ്രതീക്ഷിക്കുന്നത്? അതായത് ഒരു കോമ്പൻസേഷൻ കിട്ടണമെന്നാണോ, അതല്ല ഈ പറയുന്ന കോടതി ലക്ഷ്യത്തിൽ എന്ത് ആണ് ചിത്ര ആവശ്യപ്പെടുക? കൃത്യമായി എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ തയ്യാറായില്ല, അതൊന്ന് കറക്റ്റായി അറിയാനുണ്ട്. അത് വയ്ക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടുകാരും സാറും ഒക്കെ ആലോചിച്ചിട്ടാണ് ബാക്കി മുന്നോട്ട് പോകുള്ളൂ. കൂടാതെ ഇപ്പോൾ കേരളത്തിൽ തന്നെ അനുരാഘവൻ ചേച്ചി ഫസ്റ്റ് ഒളിമ്പിക്സ് എൻട്രി കൊടുക്കാതെ ഒരു പ്രശ്നം. ഇനി രണ്ടാമത് ഇനി അടുത്ത ഇതേമാതിരി ഒരു കുട്ടിക്ക് സംഭവിക്കാതിരിക്കാനും കൂടിയാണ് ഇത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത്. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ 1500 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ PU ചിത്ര എന്ന അത്ലറ്റ് ഒരു മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരാളാണ് എന്ന് പറയുമ്പോൾ ചിത്രയ്ക്കുള്ളിലെ അത്ലറ്റിനെ അത് സഹായകരമാകുമോ അതോ ദോഷം ചെയ്യും? ദോഷം ചെയ്യില്ല. കാരണം അവരങ്ങനെ പറയുമ്പോൾ അടുത്ത മീറ്റ് വാശിയോടെ അവരുടെ മുന്നിൽ തന്നെ ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു വാശി വരും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്. കാരണം ഇനി ഇവർ പറഞ്ഞു എനിക്ക് സ്ഥിരതയില്ല. കാരണം അപ്പോൾ ഇനി അടുത്ത മീറ്റ് ഞാൻ ഇതിന് നല്ല പെർഫോമൻസ് ചെയ്ത് അവരുടെ മുന്നിൽ തന്നെ പെർഫോമൻസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഈ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ സ്വർണം കിട്ടിയപ്പോൾ ചിത്ര പറഞ്ഞത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അവിടെ ഞാനൊരു മെഡൽ അല്ല പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു അവസരമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ്. ഒരു മെഡൽ നേട്ടത്തിനുള്ള സാധ്യതയില്ല എന്നതുകൂടിയാണ് ചിത്രയെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ഒരു കാരണമായി പറയുന്നത്. ഇപ്പൊ ചിത്ര സ്വയം തന്നെ മെഡൽ കിട്ടാനുള്ള സാധ്യത എനിക്ക് കുറവാണെന്ന് ചിത്രയിലെ അത്ലറ്റ് സ്വയം അങ്ങനെ കരുതിയിരുന്നു. സ്റ്റാർട്ടിങ് എങ്ങനെ ഓടുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ടൈമും പൊസിഷനൊക്കെ തീരുമാനിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ തന്നെ ATF ഞങ്ങളുടെ ആ ഓട്ടം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് മെഡൽ വരാൻ സാധിച്ചത്. ചിലവർ മെഡലിന് വേണ്ടി ഓടും, ചിലവർ ടൈമിന് വേണ്ടി ഓടും. അപ്പോൾ ഈ 800, 1500 എന്ന ഈവെൻറ്റിൽ ഇപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ എന്നെക്കാളും മോശം, ഇപ്പോൾ 3:17 മോശം ടൈമാകും അവിടെ പോയി ചെയ്യുക. ചിലപ്പോൾ മെഡലിന് വേണ്ടി ഓടുന്നവരുണ്ടാവും. അപ്പോൾ 1500, 800 ഈവെൻറ്റിന് ടൈം നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ റിയോ ഒളിമ്പിക്സിൽ 3:50 ബോയ്സിൻ്റെ ടൈം വന്നിരിക്കുന്നത്. ഇപ്പോൾ സരോജ് കുമാർ ATF ചെയ്തത് 3:45. അപ്പോൾ ടൈം നോക്കുമ്പോൾ 800, 1500 എന്ന ഈവെൻറ്റിൽ ടൈമിനേക്കാളും സ്റ്റാർട്ടിങ് എങ്ങനെ ഓടുന്നു ആ ഓട്ടത്തിനാണ് പ്രാധാന്യം. ഈ ചിത്ര അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ നല്ല അവസരങ്ങൾ, അതായത് ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരും, അതിൽ ഞാൻ എൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തിക്കൊണ്ട് തെളിയിക്കും ഈ ഇവന്റിനും ഞാൻ അർഹയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞവരെ കൊണ്ടെല്ലാം മാറ്റി പറയിപ്പിക്കും അല്ലെ? അതിനു വേണ്ടിയുള്ള എന്തെല്ലാം തയ്യാറെടുപ്പോൾ മാനസികമായി എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പ്രാക്ടീസ് ചെയ്യും. കാരണം സാറ് പറയുന്ന രീതിയിൽ കറക്റ്റായി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും എനിക്കിപ്പോൾ ATF 4:17 ഓടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി നല്ല പ്രാക്ടീസ് ചെയ്ത് അതിനനുസരിച്ച് സാഹചര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിലും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. ഈ 2000-ൽ മുണ്ടൂർ സ്കൂളിൽ വന്ന ശേഷമാണ് ചിത്ര ശരിക്കും എൻ്റെ ഉള്ളിൽ ഒരു അത്ലറ്റ് ഉണ്ടെന്നും അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്, ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ആ സമയത്തെ ഒരു
അതൊന്ന് പറയാമോ, എങ്ങനെയായിരുന്നു അത്? ഞാൻ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ പാലക്കാട് വെച്ചിട്ട് ഒരു സ്കൂൾ സ്റ്റേറ്റ് മീറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുണ്ടൂർ സ്കൂളിൽ നിരോഷ പറഞ്ഞ ചേച്ചി 3000 മീറ്ററിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് സ്കൂളിലും നാട്ടുകാരും വലിയ സ്വീകരണമാണ് നൽകിയിരുന്നത്. അപ്പോൾ നൽകുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അതിൽ പങ്കെടുക്കുന്ന നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ പങ്കെടുത്ത സമയത്ത് ഇവരെ അനുമോദിക്കുന്നത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി. കാരണം സ്പോർട്സിന് ചേരണം. അപ്പോൾ ആ സ്പോർട്സിന് ചേരണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ മെഡൽ വരണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ താല്പര്യം തോന്നി. അങ്ങനെ സ്പോർട്സിന് പോകാൻ തുടങ്ങി. സാർ ഇങ്ങനെ ചെറിയ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഈവൻറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് 800 മീറ്റർ ആയിരുന്നു ഞങ്ങളെ ചെയ്യിപ്പിച്ചത്. ആ സമയത്ത് ഞാൻ ഓടുന്നത് കണ്ട്, കാരണം ഫ്രണ്ടിൽ ഓടി വരുന്നത് കണ്ട് സാർ എന്നെ വിളിക്കുകയും എൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയും ചെയ്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂൾ മീറ്റിന് 1500, 3000, 5000 അന്ന് ഞാൻ സീനിയർ തലത്തിലാണ് പങ്കെടുത്തത്. ജൂനിയർ ആയിരുന്നെങ്കിലും സീനിയർ തലത്തിലാണ് പങ്കെടുത്തത്. കാരണം സാറ് നന്നായി ചെയ്യുന്നത് കണ്ടപ്പോൾ സീനിയറിൽ ലെവലിലേക്ക് മാറ്റി. അപ്പോൾ മുതൽ ഞാൻ 4 വർഷം സീനിയർ തലത്തിൽ തന്നെ മത്സരിച്ചു. സ്റ്റേറ്റ് മീറ്റിൽ ചാമ്പ്യനായിരുന്നു. കോളേജ് തലം എത്തിയപ്പോൾ യൂണിവേഴ്സിറ്റിക്കും ഞാൻ 5000 മീറ്റർ പങ്കെടുത്തിരുന്നു. 1500-ൽ 2 വർഷം ഫസ്റ്റായിരുന്നു വന്നത്. ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയറും ഡിഗ്രി സെക്കൻഡ് ഇയറും ചെയ്യുന്ന സമയത്ത് 1500-ൽ ഫസ്റ്റ് വന്നു. 5000-ൽ സെക്കൻഡായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ചിത്ര ഇതിനകത്തൊക്കെ ഇപ്പോൾ ആദ്യം ഈ സ്പോർട്സിലേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്തും വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് ഞാൻ പറഞ്ഞ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ കാര്യങ്ങൾ അന്ന് നടന്നിരുന്നത്? എങ്ങനെയാണ് അവരൊക്കെ സപ്പോർട്ട് ചെയ്തത്? ആ സമയത്ത് എനിക്കൊന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് ചിത്രയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഞാൻ ആദ്യം സ്പോർട്സിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. കാരണം അവർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. ഇത്രയും ഈ സ്പോർട്സിന് പോകുമ്പോൾ ഇത്രയും ചിലവുണ്ട് അങ്ങനെയൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അവരും ഓക്കെ പൊയ്ക്കോ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ഞാൻ രാവിലെയും വൈകിട്ടും പോകും. സാധാ വീട്ടിലുള്ള ഫുഡ് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാൻ തുടങ്ങി. മെഡൽ വരാനൊക്കെ തുടങ്ങിയപ്പോൾ, പേപ്പറിലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അടുത്തുള്ളവരൊക്കെ കുറച്ച് അറിവുള്ളവരൊക്കെ അച്ഛനെയൊക്കെ കാണുമ്പോൾ പറയും അവൾക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ഇന്നത് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതിലുപരി സാറും ഇങ്ങനെ പറയും ഇന്നത് വാങ്ങിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും, അതെ ഇന്ന സാധനങ്ങൾ അതിന് വേണ്ട പ്രോട്ടീൻസൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയും. അവരിൻ്റേതായ കഴിയുന്നതിൽ സാധനങ്ങൾ വാങ്ങിച്ച് തരുമായിരുന്നു. അവർ എന്നെ അറിയിച്ചിരുന്നില്ല. കാരണം ഞാൻ എന്താ ആവശ്യം പറഞ്ഞാൽ അവരത് മേടിച്ചു തരുമായിരുന്നു. കാരണം അവർ ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് അവരുടെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പെരുമാറും. പിന്നെ ഞാൻ അധികം പറയാറൊന്നുമില്ല. കാരണം ഇന്നത് വേണം പറഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടിക്കാറില്ല. എപ്പോഴെങ്കിലും ചിത്ര പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? പൊട്ടിക്കരയാ പറഞ്ഞാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടില്ല. കാരണം ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഒരു ലെവല് പെർഫോമൻസ് വരാൻ തുടങ്ങിയ സമയം മുതൽ നല്ല പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ പൊട്ടിക്കരഞ്ഞിട്ടില്ലാത്ത ചിത്ര ഇനി കരയുന്നത് ട്രാക്കിൽ വിജയത്തിനുണ്ടാകുന്ന സന്തോഷത്തിൽ മാത്രമാകട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Costume courtesy Big Shot, SM Street, Calicut.